തീർച്ചയായും പഴുതടച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി എന്നുള്ളതാണ് സർക്കാർ തന്നെ വിശദീകരിക്കുന്നത്. രാവിലെ റവന്യൂ മന്ത്രിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് വലിയ ഒരുക്കങ്ങൾ നടത്തി. ഇനിയുള്ളത് ഈ കാത്തിരിപ്പാണ്. തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ ഇറങ്ങി വരുന്ന കാഴ്ച, അതായത് എറണാകുളം ശിവകുമാർ ഇറങ്ങി വരുന്ന ആ കാഴ്ചയ്ക്കായി ഇവിടെ കാത്തു നിൽക്കുന്ന സ്ഥിതിവിശേഷമാണല്ലോ. ക്യാമറ ഒന്ന് തിരിക്കുമ്പോൾ കാണാം എത്രത്തോളമാണ് പൂരാവേശം ജനങ്ങൾക്കുള്ളത് എന്നുള്ളത്. ഇവിടെ ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. സാധാരണഗതിയിൽ ഈ കുടമാറ്റത്തിന് തെക്കോട്ടിറക്കത്തിനാണ് ഇത്രയധികം വലിയ ആൾത്തിരക്കുണ്ടാകുക. പക്ഷേ ഇവിടെ ഈ തെക്കിങ്കാട് മൈതാനത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടക്കപ്പുറത്തേക്ക് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഇവിടെ ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞ കാഴ്ചയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. പോലീസും വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കി ആളുകളെ ഒരു നിയന്ത്രിച്ചു നിർത്തുന്ന, അതായത് വടം കെട്ടിയൊക്കെ നിയന്ത്രിച്ച് വലിയ തിക്കും തിരക്കും ഒന്നും ഉണ്ടാകാതെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവരോട് ചോദിക്കാം. ചേച്ചി, കാത്തിരിപ്പാണല്ലേ? അതെ, ഭയങ്കര കാത്തിരിപ്പാ. എങ്ങനെയാ, നിങ്ങളൊക്കെ വലിയ ആവേശത്തിലാണോ? പിന്നെന്താ, പൂരനഗരി ആവേശം കൊള്ളിക്കുന്ന ഏറ്റവും വലിയൊരു ചടങ്ങാണിത്. പ്രകമ്പനം കൊള്ളിക്കും. സാധാരണ ഈ പണ്ടൊന്നും ഇത്രയധികം ആള് ഇതിനൊന്നും വിളംബരത്തിന് അത്ര ഉണ്ടാവാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആവേശമാണ്, ഞങ്ങളുടെ ഒരു വികാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ കത്തിക്കും, ഞങ്ങളിത് പൊളിക്കും. ഓരോ കൊല്ലം കൂടുന്നവരും മാറ്റി കൂടി വരികയാണ്. അപ്പൊ ഞങ്ങളുടെ ജനങ്ങളുടെ ആവേശം അതിനനുസരിച്ച് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഓരോ ഇതിൽ തിരക്ക് കൂടി വരുന്നത്. നമ്മളെ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് പ്രധാന ആകാംക്ഷ? എന്താണ് നല്ല ആകാംക്ഷ? കാണാൻ ഇപ്പം വരുന്നത് കാണണം, ആന വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഫ്രണ്ട് സീറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആനപ്രേമിയാണോ അതോ മറ്റു മേളം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെയൊക്കെ? ശരിക്കും പൂരത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ് കാസർഗോഡ് നിന്ന് കാണാൻ വന്നതാണ്. തൃശ്ശൂരുകാരിയല്ല? കാസർഗോഡ്. അപ്പം രാവിലെ 7:30 മുതലുണ്ട് ഇവിടെ. ഇനിയിപ്പോ നാളെ എല്ലാം കഴിഞ്ഞേ പോവുള്ളൂ? നാളെ കഴിഞ്ഞു പോകും. ചേട്ടാ, എന്താ അവസ്ഥ? നല്ല തിരക്കുണ്ട്. എന്തായാലും ആനയെ കാണാൻ കാത്തിരിക്കുകയാണ്. ആനയാണോ? ശിവകുമാറിനെ കാണാനുള്ള കാത്തിരിപ്പാണ്? അല്ല, ശരിക്കും രാമൻ കാരണം വന്ന ഈ തിരക്കാണ് വിളംബരത്തിന് വേണ്ടി. പിന്നെ ശിവകുമാർ ആ ചാൻസ് രാമൻ മാറി ശിവകുമാർ ആയിരുന്നപ്പോഴത്തേക്കും സാരമില്ല, നാളെ ഉണ്ടല്ലോ. രാമൻ നാളെ ചെമ്പുക്കാവിന്ന് വരുന്ന കാഴ്ചയായിരിക്കും ഏറ്റവും കൗതുകം നിറഞ്ഞൊരു കാഴ്ച. അതെ അതെ, അതിനുവേണ്ടി നേരത്തെ എന്തായാലും വരും. ഇന്നത്തെ പോലെ തന്നെ നാളെയും വരും. ചേട്ടാ, എന്താ പറയണ്ട? അടിപൊളി. ശിവകുമാറിനെ കാത്തു നമ്മള്. സജിത്ത്, ഇത് ഈ പൂരപ്രേമികളുടെ ഒരു ഇങ്ങനെയൊക്കെയാണ്. അതായത് മേളപ്രേമിയുണ്ട്, ആനപ്രേമികളുണ്ട്. അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആയിരുന്നു ഇവിടെ നേരത്തെ ഏതാണ്ട് 6-7 വർഷം മുൻപ് വരെ ഈ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വന്നിരുന്ന പ്രധാനപ്പെട്ട കരിവീരൻ. അത് മാറി ഇപ്പോൾ ഈ എറണാകുളം ശിവകുമാറിലേക്ക് മാറുന്നു. രാമനില്ലാത്ത വിഷമം പലർക്കുമുണ്ട്. പക്ഷെ നാളെ രാമനുണ്ട്. രാമൻ ഈ ചെമ്പുക്കാവ് ഭഗവതിക്ക് വേണ്ടി ഇവിടേക്കുള്ള ഘടകപൂരങ്ങളുടെ വരവിൽ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടം പേറ്റി വരുന്നത് രാമനാണ്. ആ രാമനു വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. ഇങ്ങനെ ഓരോ കരിവീരന്മാരെയും ഇഷ്ടപ്പെടുന്ന, വളരെ കൗതുകത്തോടെ കാണുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. പോലീസ് എല്ലാ ഒരുക്കങ്ങളും എല്ലാം റെഡിയാണല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥലത്ത് ഇവിടെയുണ്ട്. ഇനി ഉള്ളത് നമ്മൾ ഈ പറയുന്നത് പോലെ കാത്തിരിപ്പാണ്. ഈ അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 3/4 മണിക്കൂറോളം അവിടെ മേളമുണ്ട്. ആ മേളം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് എത്തണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ഇവരുടെ പൂരപ്രേമികളൊക്കെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് കാര്യങ്ങൾ? പൂരം തെക്കേ ഗോപുരം തുറക്കാനായി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറക്കാനായി മണികണ്ഠനാൽത്തറയിൽ എത്തിക്കഴിഞ്ഞു. മണികണ്ഠനാൽത്തറയിൽ നിന്നും കക്കാട് രാജപ്പന്മാരാരുടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി വടക്കുംനാഥനിലേക്ക് വരികയും പാണ്ടിമേളം ശ്രീമൂലസ്ഥാനത്ത് കലാശിച്ച് ത്രിപുടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുര നടയിലെത്തി. കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം അടിയന്തരമാരാർ ശംഖ് വിളിക്കുന്നതോടുകൂടി എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മയുടെ സാന്നിധ്യത്തിൽ തെക്കേ ഗോപുരം തുറക്കുകയാണ്. തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി ചെറിയ ഒരു പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി വീണ്ടും ശ്രീമൂലസ്ഥാനത്തെത്തി.
ശ്രീമൂലസ്ഥാനത്തെത്തി അടിയന്തരമാരാർ ശ്രീമൂലസ്ഥാനത്ത് ശംഖ് വിളിക്കുന്നതോടുകൂടി പൂരവിളംബരം പൂർത്തിയാവും. പൂരവിളംബരം പൂർത്തിയായി നെയ്തലക്കാവിലമ്മ തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ സേവയ്ക്ക് നാദസ്വര സേവയ്ക്ക് ശേഷമുള്ള പ്രദക്ഷിണത്തോടുകൂടി അതിനുശേഷം വിയ്യൂർ മൂത്തേടത്തുമനയിൽ ഇറക്കി പൂജയ്ക്കും ശേഷമാണ് തിരികെ നെയ്തലക്കാവിലെത്തുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. എങ്ങനെയാട്ടാ കാര്യങ്ങൾ? ഭംഗിയായി പോകുന്നു എല്ലാ കാര്യങ്ങളും. മഴയുടെ ചെറിയൊരു ലാഞ്ചനയുണ്ട്, എന്നാലും എല്ലാം മഴയൊന്നും പ്രശ്നമല്ല. പക്ഷേ തീർച്ചയായും ഒരു മഴയൊന്നും പ്രശ്നമല്ല. ജനങ്ങളുടെ ആവേശമാണ് എല്ലാവരുടെ മുന്നിൽ. സാധാരണ ഈ രാമനെ കാത്താണ് പലരും നിൽക്കുന്നത് പറയും. രാമനാണ് ഇതിലൊരു ഈ വിളംബര ദിവസത്തെ ഒരു ആവേശം കൊണ്ടുവന്നത് അല്ലേ? കൂടുതലായിട്ട് അങ്ങനെ പറയും. ഒരു ദിവസം പൂരണ്ടായിരുന്നത് 3 ദിവസമാക്കിയത് തെച്ചിക്കോട്ട് രാമേന്ദ്രനാണെന്ന് ആനപ്രേമികളുടെ ഇടയിൽ ഒരു ഇതുണ്ട്, ചർച്ചയുണ്ട്. നേരത്തെ സംസാരിച്ച പലരും അത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുണ്ട്. എന്നാലും എറണാകുളം ശിവകുമാറാണ് ഇപ്പോ നെയ്തലക്കാവമ്മയുടെ കോലയന്തിയിട്ടുള്ളത്. ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ശിവകുമാർ നാടൻ ആനകളിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ആനയാണ്. കയറ്റി എഴുന്നള്ളിക്കാൻ പറ്റുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരാനയാണ് ശിവകുമാർ. ചേട്ടാ, എന്താണ് ഈ എറണാകുളം ശിവകുമാറിനെ പറ്റി പറയുമ്പോൾ രസകരമായ ഒരു കഥ പറയാം. അതായത് എറണാകുളത്തുള്ള ഒരു ഭക്തൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നതിന് വേണ്ടി വാങ്ങിയ ഒരു കൊച്ചു കൊമ്പനാണ് എറണാകുളം ശിവകുമാർ. അത് ആ എറണാകുളം ശിവക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് അവിടെ ഓടിക്കളിച്ച് നടന്നിരുന്ന കുട്ടിയാനിയായിരുന്നു. അവർക്ക് എങ്ങനെ നോക്കിയിട്ടും ഈ ആനയെ ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവര് ജോത്സ്യനെ വിളിച്ച് പ്രശ്നം വെക്കുകയാണ്. ആനയെ ഓൾറെഡി എറണാകുളത്തപ്പൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ എറണാകുളത്തപ്പന്റെ സ്വന്തം ആനയായി ശിവകുമാർ മാറുകയും അത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ വടക്കുന്നാഥന്റെ ആനപ്പറമ്പിലാണ് ആന സ്ഥിരമായി ഉണ്ടാവുക. ആനപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടനാണ്. എറണാകുളത്തപ്പൻ പറഞ്ഞു വിട്ടു, അനുഗ്രഹിച്ചു വിട്ടതാണ് ഇവിടേക്ക്. തീർച്ചയായിട്ടും. സജിത്ത്, ഇങ്ങനെ പല കഥകളുണ്ട്. അതിന് തൃശ്ശൂർക്കാരോട് തന്നെ നമ്മൾ സംസാരിക്കണം. അവർക്ക് അങ്ങനെ പല കഥകളുമുണ്ട്. ഓരോ ആനകളുടെ കഥയുണ്ട്. നമ്മളിവിടെ വന്ന് നിന്ന് ഇവരിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ കാത്തിരിപ്പാണ്. തെക്കേ ഗോപുര നട തുറക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയൊരു ജനാവലി ഇതാ കാത്തിരിക്കുന്നു. സാധാരണ സൈദ്രന്റെ ദൃശ്യങ്ങളിൽ കാണാമായിരിക്കും. സാധാരണ പുരുഷന്മാരുടെ പൂരം എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത കുറെ കാലമായി സ്ത്രീകളൊക്കെ കാര്യമായി എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതില് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാഴ്ച. സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരും പൂരപ്രേമികൾ. കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ച പെൺകുട്ടി കാസർഗോഡ് നിന്ന് പൂരം കാണാൻ എത്തിയതാണ്. അങ്ങനെ കേവലം തൃശ്ശൂരുകാരുടെ മാത്രം ഒരു വികാരമല്ല പൂരം. അത് കേരളത്തിന്റെ വികാരമാണ്. അത് ലോകം മുഴുവൻ എത്തുന്ന ഒരു വികാരമായി മാറുന്ന നിലയിൽ ഈ നാളത്തെ പൂരത്തിനൊക്കെ വിദേശികളടക്കം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വലിയ ആവേശത്തിനാണ് സജിത്ത്. ഇനിയും ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഏതാണ്ട് 1/4 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൈകാതെ നെയ്തലക്കാവിലമ്മയുടെ കോലമേന്തി ഈ തെക്കേ ഗോപുരം തുറന്നുകൊണ്ട് എറണാകുളം ശിവകുമാർ എത്തുന്നു. അങ്ങനെ പുര വിളംബരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. പിന്നീട് നിലപാട് തറ, പടിഞ്ഞാറെ നടയിലുള്ള നിലപാട് തറയിലേക്ക് പോകുന്നു. അവിടെയാണ് മറ്റ് ശംഖൂതിക്കൊണ്ട് യഥാർത്ഥത്തിൽ വിളംബരം പൂർത്തിയാകുക. ആ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ തൃശ്ശൂരിൽ എത്തിയ ഓരോ മനുഷ്യരും. ലോകത്ത് ആകെയുള്ള പൂരാരാധകരെല്ലാം ആ കാത്തിരിപ്പിൽ ആണ്. സജിത്ത്, ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് പോലെയാണ് പൂരാവേശം എന്നത് അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അതാണ് തൃശ്ശൂരിൽ ദൃശ്യമാവുന്നതും. അത്ര വലിയ ആവേശക്കാഴ്ചകളാണ് വരുന്നത്. അനുമോദ് തുടരുന്നു എന്ന് കരുതുന്നു. അനുമോദ്, ഈ ആനയുടെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഏറെ വ്യത്യസ്തതകൾ ഏറെയുണ്ട്. കാരണം എറണാകുളം ശിവകുമാർ ഇത് തുടർച്ചയായ 5ാം വട്ടമാണ് പൂര വിളംബരം നടത്തുന്നത്. ഒരുപക്ഷെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അവകാശത്തിലേക്ക് എറണാകുളം ശിവകുമാർ കടന്നു വരികയാണ് ചെയ്തത്. അവിടെ ഏറ്റവും അധികം ആരാധകർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടിട്ട്. എന്താണ് ഈ ആനകളുടെ ഒരു ലൈനപ്പ് ഇത്തവണ എത്രമാത്രം? ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്നത് ഈ ആനകളുടെ ഒരു പൂരം, അതിന്റെ ആഘോഷത്തിലേക്കാണ്. നമുക്കറിയാം, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേര് മാത്രം മതി പൂരം നഗരിയിലേക്ക് 10,000 ഒഴുകിയെത്താൻ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടതാണ്. രാമനെ എഴുന്നള്ളിക്കാൻ വേണ്ടി ലോറിയിൽ തന്നെ ജനത്തിന് മുമ്പ് തന്നെ ജനസാഗരം ഉയർത്തുന്നതിന്റെ ഒരു കാഴ്ച. പക്ഷേ 3 വർഷമായിട്ട് ഒരു കാലത്തിന് ശേഷം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം എറണാകുളം ശിവകുമാർ തെക്കേനട തുറക്കാനെത്തി. പക്ഷെ അപ്പോഴും ആളുകൾക്ക് ഈ ആനയിലുള്ള ഒരു ആവേശത്തിന്റെ ഒരു കുറവുണ്ട്. ആനകൾക്ക് പകരം ശിവകുമാർ വന്നപ്പോൾ
കൊണ്ടുകൊണ്ട് തുറക്കുന്ന ചടങ്ങിലേക്ക് ആളുകൾ എത്തുന്നത് കുറവല്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിട്ടു കാണുന്നത് നാളെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്.